54-ാം ശ്ലോകം നമുക്ക് കാണാം. വിവേക വൈരാഗ്യ ശമസമാധി ഷഡ്ഗുണസമ്പന്നനായി തീവ്രമായ മോക്ഷത്തിനുള്ള ആഗ്രഹത്തോടുകൂടി ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചത് നാം കണ്ടു. ഇതിൽ നിന്ന് എങ്ങനെയാണ് നാം ഗുരുവിനെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ഗുരുവിനോട് പെരുമാറേണ്ടത്, എന്താണ് ഗുരുവിനോട് ചോദിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു. അങ്ങനെ സമീപിച്ച ഗുരുവിനോട് എന്താ ചോദിച്ചത്? എന്താണ് ബന്ധം, എങ്ങനെയാണ് വന്നു ചേർന്നത്, ആ ബന്ധം നിലനിൽക്കുന്നത് എങ്ങനെ, ആ ബന്ധത്തിൽ നിന്ന് മോക്ഷം നേടാനുള്ള ഉപായം എന്ത്, ഇത്യാദി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ സാമാന്യമായിട്ട് ഉപദേശം കൊടുത്തു. എന്താണ്? നീ ധന്യനാണ്, കൃതാർത്ഥനാണ്, നിന്റെ വംശവും നിന്റെ പാരിടവും നീ പിറന്ന ഭൂമിയൊക്കെ പവിത്രമായി. എന്തുകൊണ്ട്? സത്യസാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹം നിനക്കുണ്ടായില്ലോ. ഈ തീവ്രമായ ആഗ്രഹം കണ്ടിട്ട് ഗുരു പറയുകയാണ് നീ ധന്യനായി എന്ന്. കാരണം ഈ ഉപദേശ മാത്രത്തിൽ ശിഷ്യൻ സാക്ഷാത്കാരം നേടി മുക്തനാകും എന്ന് ഗുരുവിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അനധിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആ ലക്ഷ്യത്തെ അല്ലെങ്കിൽ ആ ഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഗുരു അങ്ങനെ പറഞ്ഞത്. പിന്നീട് വളരെ പ്രധാനം, നമ്മൾ ഓരോരുത്തരും കേട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല. ഇപ്പൊ വിവേക ചൂടാമണിയിൽ സമീപിക്കുന്ന ശിഷ്യൻ ഉത്തമാധികാരിയ, തീവ്ര മോക്ഷ, തീവ്ര വിരക്തനാണ്. അതെ, എല്ലാ ഗുണങ്ങളും പൂർണ്ണമായി ഒത്തിണങ്ങിയ ആളാ. വിറക് നല്ലോണം ഉണങ്ങിയിരിക്കണമെങ്കിലോ തീ അടുത്തോട്ട് പോകുമ്പോഴേക്ക് പിടിക്കൂലേ. നനഞ്ഞ വിറകാണെങ്കിലോ അത് പുകയുള്ളൂ, പുകഞ്ഞുകൊണ്ടിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിൽ ഉത്തമാധികാരികളുണ്ടാവും, മധ്യമാധികാരികളുണ്ടാവും, മന്ദ അധികാരികളുണ്ടാവും, അതിമന്ദന്മാരുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ തീവ്രമായ സ്വപ്രയത്നമില്ലാതെ ഗുരുവിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഗുരുവിന് സത്യം ചൂണ്ടിക്കാണിച്ചു തരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് 2-3 ഉദാഹരണങ്ങളിലൂടെ ശിഷ്യനോട് പറഞ്ഞു. ഒരാളുടെ കയ്യിൽ, തലയിലോ കയ്യിലുള്ള ഭാരത്തെ വേറൊരാൾക്ക് വാങ്ങി സഹായിക്കാം അല്ലേ. ഒരാളുടെ കടത്തെ സാമ്പത്തികമായി പരാധീനത വെച്ചാൽ വേറൊരാൾക്ക് സഹായിച്ചു കൊടുക്കാം. പക്ഷേ അവനവന് വിശന്നു കഴിഞ്ഞാൽ അവനവൻ തന്നെ ആഹാരം കഴിക്കണ്ടേ, അവനവന് അസുഖം വന്നാൽ അവനവൻ തന്നെ മരുന്ന് കഴിക്കണ്ടേ, വേറൊരാൾ കഴിച്ചുകൊണ്ട് മാറില്ലല്ലോ. ഇതുപോലെ അവനവൻ്റെ അജ്ഞാനം നീങ്ങാനും, അവനവനെ കുറിച്ചിട്ടാണ് അവനവൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഇരിക്കുന്നത്, അത് നീങ്ങാൻ അവനവർ തന്നെ ശരിയായ ഗുരു പറഞ്ഞു തരുന്ന രീതിയിൽ വിചാരം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. 54-ാം ശ്ലോകത്തില് വസ്തുസ്വരൂപം സ്ഫുടബോധ ചക്ഷുഷാ സ്വേനൈവ വേദ്യം നതു പണ്ഡിതേന ചന്ദ്രസ്വരൂപം നിജചക്ഷുഷൈവ ജ്ഞാതവ്യമന്യൈഃ അവഗമ്യതേ കിം. വസ്തുസ്വരൂപം സ്ഫുടബോധ ചക്ഷുഷാ സ്വേനൈവ വേദ്യം നതു പണ്ഡിതേന ചന്ദ്രസ്വരൂപം നിജചക്ഷുഷൈവ ജ്ഞാതവ്യമന്യൈഃ അവഗമ്യതേ കിം. അതിമനോഹരമായ ഒരു ഉദാഹരണം പറയണു. ആകാശത്തിൽ ഒട്ടും മേഘമില്ലാത്ത കാലം, വസന്ത ഋതു. ആകാശത്തിൽ ഒട്ടും മേഘം ഉണ്ടാവില്ല, നീല ആകാശം. അവിടെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നു നിൽക്കണം. മേഘങ്ങളില്ലാത്ത ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ആ രാത്രിയിൽ ആ ചന്ദ്രനെ കാണാൻ അതിസുന്ദരമാണ് അല്ലേ. ആ സുന്ദരം ഉയർന്നു നിൽക്കുന്ന പൗർണമി ചന്ദ്രന്റെ സൗന്ദര്യവും അതിന്റെ ആസ്വാദ്യതയും പ്രൗഢിയും ശോഭയും മഹിമയും അഴകും അത് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശാന്തിയും കുറിച്ച് ഒരാളിങ്ങനെ പ്രസംഗിക്കുക. അയാൾ എത്ര തന്നെ പറഞ്ഞു കേട്ടാലും നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാലല്ലേ ആ അനുഭൂതി, ആ ആസ്വാദനം ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത്. ചന്ദ്രസ്വരൂപം ആ വസന്ത ഋതുവിലെ നിർമ്മലാകാശത്തിൽ കാണുന്ന ആ പൂർണ്ണചന്ദ്രന്റെ ആ സൗന്ദര്യവും ശോഭയും അഴകും ആ ശാന്തിയും ഒക്കെ അനുഭവിക്കണമെങ്കിൽ നിജചക്ഷുഷായേവ ജ്ഞാതവ്യം, സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് അത് നോക്കി ആസ്വദിക്കണം. എന്നാ പണ്ഡിതേന,
വേറൊരാൾ പറഞ്ഞുണ്ടായില്ല. ഇത്ര കേമായിട്ട് കവികളൊക്കെ പറഞ്ഞിരിക്കണില്ലേ, ഉണ്ട് എന്നർത്ഥം. ജ്ഞാതവ്യം അന്യൈഹി, അന്യൊരാൾ വേറൊരാളെ കണ്ടതുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ കിം, നമുക്കെന്ത് പ്രയോജനം? നമ്മൾ നോക്കിയാലേ നമുക്കതിൻ്റെ ആസ്വാദനമുള്ളൂ. അതെ, ഇതുമാതിരി അന്ധനായ ഒരാളോടെ പറയണമെങ്കിലോ അയാൾക്ക് ഇത് കേൾക്കാന്നല്ല, അയാൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കണ്ണുള്ള ആളായാലും അത് കേട്ടാ പോരാ, ഉടനെ ഒന്ന് ആ മുറ്റത്ത് ഇറങ്ങിയിട്ട് ആ ആകാശത്തേക്ക് നോക്കിയിട്ട് നേരിട്ടാണ് അതിനെ അനുഭവിക്കേണ്ടത്, അല്ലേ? ഇതുപോലെയാണ് വസ്തുസ്വരൂപം. വസ്തു വെച്ചാലോ റിയാലിറ്റി, ട്രൂത്ത്, സത്യം. എന്താണ്? പരമാത്മസ്വരൂപം. അത് ബോധചക്ഷുഷ, ബോധം ജ്ഞാനം, കണ്ണുകൊണ്ട്, ജ്ഞാനദൃഷ്ടി കൊണ്ട് സ്വേനൈവ വേദ്യം, അവനവൻ തന്നെ അറിയണം, അനുഭവിക്കണം, സാക്ഷാത്കരിക്കണം. അത് പണ്ഡിതേന, പണ്ഡിതന്മാർ എത്രയൊക്കെ പ്രസംഗം ചെയ്യാം, അല്ലേ? നമ്മൾ എത്രയോ പണ്ഡിത ചർച്ചകളിൽ ഏർപ്പെടാം, അല്ല പണ്ഡിതനായിട്ടുള്ളതായ ആ ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്യാം. എത്രയൊക്കെ കേട്ടാലും ആ ഗുരു പറഞ്ഞത് ഗുരുവിന്റെ അനുഭൂതിയാണ്, അല്ലേ? നിർമ്മലമായ മേഘങ്ങളില്ലാത്ത ആകാശം പോലെ, കാമരാഗാദികൾ ഇല്ലാത്ത നിർമ്മലമായ അന്ധകരണം, മനസ്സ്. അതായോ ശുദ്ധമായ ഹൃദയം. ആ ശുദ്ധമായ ഹൃദയത്തില് ഈ ആകാശത്തിലെ ചന്ദ്രനെ മാതിരി നമ്മുടെ ആ മനസ്സിന്റെ ശുദ്ധതയെയും അശുദ്ധിയെയും, ഓരോ ചിന്ത വന്ന കാമചിന്ത വന്ന കാമചിന്തയും, ദ്വേഷചിന്ത വന്ന ദ്വേഷചിന്തയും, സുഖചിന്ത വന്ന അതിനെയും ദുഃഖചിന്ത വന്ന അതിനെയും, അതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് യാതൊരു ചിന്തകളും ഇല്ലാത്ത ആ നിർമ്മലമായ ചിത്തത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ആ ആത്മചന്ദ്രൻ, ആത്മസ്വരൂപൻ, ആ ശുദ്ധബോധസ്വരൂപിയായ ആത്മ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ആത്മസ്വരൂപത്തെ കുറിച്ച് എത്ര തന്നെ നമ്മൾ പ്രഭാഷണം കേട്ടിട്ടും കാര്യമില്ല, ക്ലാസ് കേട്ടിട്ടും കാര്യമില്ല. പിന്നെയോ നമ്മൾ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് തല ഉയർന്നു നോക്കണ മാതിരി ഇവിടെ എന്ത് ചെയ്യണം? ഈ ചിത്തത്തിൽ നിന്ന്, ചിത്തം ചിലപ്പോൾ ശാന്തമാവും, ചിലപ്പോൾ അശാന്തമാവും. ചിന്തകൾ വരുമ്പോൾ ചിത്തം ഇളകും, വെള്ളത്തിൽ കല്ലിട്ട വെള്ളം ഇളകണ മാതിരി. കല്ലിട്ടില്ലെങ്കിൽ നിശ്ചലമായിരിക്കും. ചില സമയത്ത് ചിന്തകൾ കുറഞ്ഞിരിക്കും, അപ്പോൾ ശാന്തി കൂടുതലുണ്ടാവും. ചിലപ്പോൾ അശാന്തമായിരിക്കും, ചിന്തകൾ കൂടുതലുണ്ട്. ചിലപ്പോൾ ചിന്തയൊന്നുമില്ല, ശാന്തമായിരിക്കും. അപ്പൊ മനസ്സിന്റെ വ്യത്യസ്തമായ അവസ്ഥകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിരിക്കുന്ന ആ ബോധസ്വരൂപിയായിരിക്കുന്ന ആ ആത്മസ്വരൂപത്തെ, ബോധസ്വരൂപത്തെ ചന്ദ്രനോട് ഉപമിച്ചു. പൂർണ്ണചന്ദ്രനെ വസന്തഋതുവിൽ തെളിഞ്ഞ നീരാകാശത്തിൽ ജാജ്വല്യമാനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ചന്ദ്രന്റെ ശോഭയോട്. ഇതുമാതിരി നമ്മുടെ ഹൃദയത്തില് ആ ഭഗവാൻ പരമാത്മാ ആ ബോധസ്വരൂപിയായി, പ്രജ്ഞാനസ്വരൂപിയായി സദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും എവിടെയാ? മനസ്സിൽ വരുന്ന ചിന്തകളിലാ. ആ ചിന്തകളുമായി താദാത്മ്യം ചെയ്ത് വെളിയിലുള്ളതായ ലോകത്തിലേക്ക് പോണത്, അല്ലേ? ഇവിടെ എന്ത് ചെയ്യണം? ആ മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും ആ ചിന്തകളുടെ സാക്ഷിയായിരിക്കുന്ന ആ ബോധസ്വരൂപനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഉയർത്തണം. മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കണമായി നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിത്തത്തിൽ നിന്ന് ചിത്തസാക്ഷി ചിൽ സ്വരൂപത്തിലേക്ക്. ചിത്തം മനസ്സ്, ചിത്ത് ശുദ്ധബോധം, ചൈതന്യം, പരമാത്മ ആത്മതത്വം, അതിലേക്ക് ശ്രദ്ധ ഉയർത്തണം. അവിടുന്ന് ഈ ശ്രദ്ധയെ നേരെ ഇങ്ങോട്ട് ഇരിക്കണം, എബൌട്ട് ടേൺ ഇരിക്കണം. ടേൺ യുവർ അറ്റൻഷൻ ഫ്രം ദ തോട്ട്സ് ടു ദ ഇലൂമിനേറ്റർ ഓഫ് ദാറ്റ് തോട്ട്. ഇതാണ് സാക്ഷാത്കാര അനുഭൂതിക്കുള്ള മാർഗം. അത് സാധിക്കാതെ, അതൊരാൾ സ്വയം ചെയ്യാതെ, സ്വയനൈവ വേദ്യം, അങ്ങനെ അവനവൻ തന്നെയാണ് ആ സാക്ഷിയായ സ്വരൂപത്തെ തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിക്കേണ്ടത്. എന്നത് പണ്ഡിതേന, പണ്ഡിതന്മാർ എത്രയോ ശാസ്ത്രചർച്ചകൾ പറയട്ടെ, നമ്മൾ എത്രയോ കേൾക്കട്ടെ, പക്ഷേ ഇത് വെറും ഈ ബുദ്ധിയിലിരിക്കുള്ളൂ. കാപ്പിയിൽ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാണ്ടിരുന്ന ആ കാപ്പി കഴിക്കും. അതുപോലെ മനസ്സിലായോ? സ്വാനുഭൂതി വരണം എന്നർത്ഥം. എന്താ ആചാര്യ നോക്കൂ, ഉപദേശം തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് ശിഷ്യനെ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു തരാം കാര്യമൊക്കെ. പക്ഷേ അവനവൻ തന്നെ എങ്ങനെയാണോ പൂർണ്ണചന്ദ്രന്റെ ആ മഹിമ സൗന്ദര്യം ആസ്വദിക്കുന്നത്, അപ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ അയാൾ കണ്ടാലേ അയാൾക്ക് ആസ്വാദനമുള്ളൂ. ഇതുമാതിരി ആത്മാനുഭവം സംഭവിക്കാൻ പാണ്ഡിത്യം പോരാ, പിന്നെയോ അതിനെ പ്രവൃത്തി കൊണ്ടെണ്ണം. ശിഷ്യൻ സ്വയം തൻ്റെ ശ്രദ്ധയെ അന്തർമുഖമാക്കി പ്രകാരം ഉയർത്തിയാലേ ഈ തന്നിൽ ബോധസ്വരൂപനായി സാക്ഷിസ്വരൂപനായിരിക്കുന്ന പരമാത്മാവായ ഭഗവാന്റെ അനുഭൂതി സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. അതിന് ശിഷ്യന് സ്വയം ശ്രമിക്കാണ്ട് ഗുരുവിന് വലുത് ചെയ്യാൻ പറ്റുമോ? ആ കോൺട്രാക്ട് എന്നൊക്കെ അല്ലേ, കോൺട്രാക്ട് കൊടുക്കുക, ഗുരു
ഞാൻ കോൺട്രാക്ട് തരുന്നു അങ്ങേക്ക്, 1,00,000 രൂപ തരാം, അല്ലെങ്കിൽ 1 കോടി രൂപ തരാം, എന്നെ മുക്തനാക്കൂ, പറ്റുമോ? എന്ത് നാൾ കൊടുക്കാന്ന് പറഞ്ഞാലും പറ്റില്ല. ജനക മഹാരാജാവിനോട് ആ അഷ്ടാവക്രൻ ഉപദേശിക്കാൻ പോണതിന് മുമ്പ് ദക്ഷിണ ചോദിച്ചു. എന്താ ദക്ഷിണ ചോദിച്ചത്? ദക്ഷിണ ചോദിച്ചത് നിങ്ങളുടെ മനസ്സിനെ എനിക്ക് തരാൻ. ഡ്രോപ്പ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാലോ, ഡ്രോപ്പ് യുവർ തോട്ട്സ്. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം കുറ്റിപോലെ ഇരുന്നതാണ്, നിശ്ചലമായിരുന്നു മനസ്സ്. ആ സാക്ഷിയിലേക്ക് തിരിഞ്ഞ പിന്നെ മനസ്സില്ലേ, മനസ്സായി ലയിച്ചു. നമ്മളില്ലേ, പിന്നെ ഞാനെന്താ പരിമിതമായ വ്യക്തിത്വം ഇല്ല. ആനന്ദാനുഭൂതിയില് മുഴുകി ദിവസങ്ങളോളം അങ്ങനെ ഇരുന്നു. പിന്നെയാണ് ഭടന്മാരൊക്കെ അന്വേഷിച്ചു വന്നു. മഹാരാജാവിന് എന്തോ മാട്ടോ മാരണോ ചെയ്തെന്ന് തോന്നണേ ഈ മഹർഷി. അനങ്ങളില്ലേ. അവസാനം മഹർഷിയുടെ കാൽക്കപ്പോയി വീണു. ആ മഹർഷി ഓങ്കാരം ജപിച്ചപ്പോ വളർന്നു വന്നതാണ്. മനസ്സിലായില്ലേ? നിർവികൽപ്പ സമാധി. അപ്പോ ഇത് സ്വയം അനുഭവിക്കാതെ എത്ര തന്നെ പണ്ഡിത്യം ഉണ്ടായിട്ടും കാര്യമില്ല. പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, പണ്ഡിതയോഗ്യമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. അതൊക്കെ തൽക്കാലത്തേക്ക് ഒരു സുഖം തരും. രസം കേട്ട പ്രഭാഷണം അത്ര തന്നെ. അപ്പൊ കേൾക്കുമ്പോൾ എത്ര രസം ഉണ്ടെങ്കിൽ അനുഭവിക്കുമ്പോൾ എത്ര ഉണ്ടാവും. അതെ. അപ്പൊ വസ്തുസ്വരൂപം വസ്തു ഇവിടെ ഒന്നേ ഉള്ളൂ, സത്യം, പരമാത്മ. ആ സത്യസ്വരൂപം സ്ഫുട ബോധചക്ഷുഷ, ആ ജ്ഞാനക്കണ്ണുകൊണ്ട് ബോധസ്വരൂപനായിരിക്കെ തന്നെ ആ പരമാത്മസ്വരൂപത്തെ ബോധചക്ഷുഷ, ജ്ഞാനക്കണ്ണുകൊണ്ട് ഈ സാക്ഷിയാണ് താൻ ആത്മസ്വരൂപം എന്നുള്ള ആ അറിവിൽ ചിന്തകളിൽ നിന്ന് ശ്രദ്ധയെ അതിലേക്ക് ഉയർത്തുക വഴി വേണം സ്വയനൈവ വേദ്യം, അവനവൻ തന്നെ വേണം അറിയാൻ, സാക്ഷാത്കരിക്കാൻ, അനുഭവിക്കാൻ. എങ്ങനെ? ചന്ദ്രസ്വരൂപം, പൂർണ്ണചന്ദ്രന്റെ ആ സൗന്ദര്യം ആരൊക്കെ പറഞ്ഞു കേട്ടാലും പോരാ. നിജചക്ഷുഷൈവ, സ്വന്തം കണ്ണുകൊണ്ട് അവനവൻ തന്നെ കണ്ടാലല്ലേ അവനവന് അതിന്റെ പ്രയോജനമുള്ളൂ, അതിന്റെ ആസ്വാദനമുള്ളൂ എന്നതുപോലെ. ഹരി ഓം.